സാധാരണയിൽ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ സങ്കടത്തോടു കൂടിയൊക്കെ പറയേണ്ടത്. കാരണം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണേഴ്സ് ആയിട്ടുള്ള മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ മാന്ത്രികൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഹൃദയത്തുടിപ്പെല്ലാമായിട്ടുള്ള അഡ്രിയാൻ ലൂണയ്ക്ക് എസ് സി ഗോവയിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഓഫർ വരുന്നുണ്ട്. കുറേയധികം താരങ്ങൾ ഇവാൻ വുക്കമാനോവിച്ചിന് പിന്നാലെ ടീമിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് അഡ്രിയാൻ ലൂണ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ നായകന് എസ് സി ഗോവയിൽ നിന്നും ഓഫർ ഉണ്ട്. അവർ താരത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. സാധാരണ ഇതിനെ ഞാൻ വളരെ സങ്കടത്തോടു കൂടി പറയേണ്ടതാണ്. പക്ഷേ അഡ്രിയാൻ ലൂണയ്ക്ക് ഗോവയിലോട്ട് പോകുന്നെങ്കിൽ പോട്ടെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ആരാധകരുടെ വികാരത്തിനും താരങ്ങളുടെ വികാരത്തിനും പണം കൊണ്ട് മാത്രം തൂക്കി മറുപടി പറയുന്ന ഈ ഒരു ക്ലബ്ബിൽ നിന്നും ഇവാനും ലൂണയൊക്കെ പോകുന്നത് തന്നെയാണ് നല്ലത്. ഇവാൻ ഇവിടെ സിൽവർ വെയർ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഫുട്ബോൾ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനും ആരാധകരുമായിട്ട് വൈകാരികമായിട്ടുള്ള ഒരു ഹൃദയബന്ധം പുലർത്താനൊക്കെയാണ് ശ്രമിച്ചത്. ഇവാൻ വുക്കമാനോവിച്ചിന് ഒരു മെച്ചപ്പെട്ട ടീമിനെ കൊടുത്തിട്ട് കപ്പടിച്ചില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്നുണ്ടെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇതിന് വെറും ഒരു ബലിമൃഗത്തിനെ വേണം. അതിന് ഇവാൻ ആശാനെ വലിയാക്കി അങ്ങനെ കുറച്ച് വൈകാരികമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് നൈസായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇവാനെ പുറത്താക്കിയത് തന്നെയാണ്. കാരണം പലരുടെയും പോർട്ട്ഫോളിയോ സംരക്ഷിക്കാൻ വേണ്ടി ഇവാനെ പുറത്താക്കുക എന്നതായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇനിയിപ്പം അഡ്രിയാൻ ലൂണ ഇവിടുന്ന് പോയാൽ പ്രശ്നമൊന്നുമില്ല. കാരണം അഡ്രിയാൻ ലൂണയും ഇവാൻ വുക്കമാനോവിച്ചിനെയും പോലെ ഹൃദയം കൊടുത്ത് കളിക്കുന്നവരും കളിപ്പിക്കുന്നവരും ഒന്നും ഈ ഒരു ക്ലബ്ബ് അർഹിക്കുന്നില്ല. സോ ഇവിടെ പൈസയ്ക്ക് മാത്രം വിലയുള്ളവന്മാർ നിൽന്നാൽ മതി. ഇപ്പം നല്ല പറയുന്നത് ചെയ്യണം. അല്ലാതെ ആരാധകരെ കണ്ട് താരങ്ങൾ ഇങ്ങോട്ട് വരുന്ന പരിപാടിയൊക്കെ നിൽക്കണം. നമ്മുടെ പൈസ കീറിയാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പോട്ടെ, അഡ്രിയാനോട് ഗോവയിലേക്ക് പോകുന്നെങ്കിൽ ഗോവയിൽ പോയി രക്ഷപ്പെട്ട ഗോവയ്ക്ക് വേണ്ടി ലീവ് അടിക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുള്ളൂ. അല്ലാതെ അഡ്രിയാനോട് ഇനി ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവാൻ വുക്കമാനോവിച്ചോട് ഇങ്ങനെ ചെയ്യുന്നവന്മാർ അഡ്രിയാൻ ലൂണയോട് എങ്ങനെ ചെയ്യും? അഡ്രിയാണ് ഇവന്മാരുടെ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നടക്കുന്ന ചെറ്റത്തരങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. നത്തിങ് മോർ ദാൻ മണി ആൻഡ് ഫെയിം. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. വൈകാരികമായിട്ട് ഇവിടുത്തെ സംഭവം ഉദ്ധരിക്കണമെന്നോ ഇവിടുത്തെ ഫുട്ബോളിനെ വളർത്തണമെന്നോ ഒന്നുമില്ല. അത് ഉള്ളവരൊക്കെ ഇവന്മാർ വൈകാരികമായിട്ട് ആരാധകരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പ്രമുഖ മലയാളി താരത്തിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി തരാൻ കേട്ടോ. നിങ്ങൾ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആക്കാം, നിങ്ങൾ പൈസ കുറച്ച് കളിച്ചാൽ മതി. അതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ആരാധകരുടെ വികാരത്തിനെ വിറ്റ് കാശാക്കി വൈകാരികമായിട്ട് കളിയെയും കളിക്കാരെയും ടീമിനെയും സമീപിക്കുന്നവരെ ബലിമൃഗങ്ങളാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിനകത്ത് അഡ്രിയാൻ ലൂണയെ പോലെ ഹൃദയം കൊടുത്ത് കളിക്കുന്നവർ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.